തിരുവനന്തപുരം സെൻട്രലാണ് ബി.ജെ.പി. പ്രതീക്ഷ അർപ്പിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ മറ്റൊരു മണ്ഡലം. ജി കൃഷ്ണകുമാറിൻ്റെ പേര്, സീരിയൽ സിനിമാ താരമായ ജി കൃഷ്ണകുമാറിൻ്റെ പേരാണ് സജീവമായിട്ട് കേൾക്കുന്നത്. കഴിഞ്ഞ തവണയും ജി കൃഷ്ണകുമാർ തന്നെയായിരുന്നു മത്സരിച്ചത്. നല്ല പ്രകടനം ജി കൃഷ്ണകുമാറിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഇത്തവണ കൃഷ്ണകുമാറിന് തന്നെയാണ് മുൻതൂക്കം ഇപ്പോൾ കൽപ്പിക്കുന്നത്. എന്നാൽ കരമന ജയൻ്റെ പേരും വളരെ സജീവമായിട്ട് കേൾക്കുന്നുണ്ട്. കരമന ജയൻ ബി.ജെ.പിയുടെ കോർപ്പറേഷൻ വിജയത്തിൽ നിർണായക പങ്കാണ് സിറ്റിയുടെ ചുമതലയുള്ള പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കാഴ്ചവെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കരമന ജയൻ്റെ പേരും വളരെ സജീവമായിട്ട് ഉയർന്ന് വരുന്നുണ്ട്. പിന്നെ ആശാനാഥ് ചിറയൻകീഴിൽ വീണ്ടും മത്സരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കാട്ടാക്കടയിൽ കൃഷ്ണദാസ് തന്നെയായിരിക്കും മത്സരിക്കുക. കൃഷ്ണദാസ് ഓൾറെഡി പ്രവർത്തനമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. 40,000-ഓളം വോട്ടുകൾ ബി.ജെ.പിക്കുള്ള ഒരു മണ്ഡലമാണ് കാട്ടാക്കട. അവിടെയൊക്കെ വിജയസാധ്യതയുണ്ട്. പിന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വി മുരളീധരൻ വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. അതിൽ ആറ്റിങ്ങൽ നിയമസഭാ സെഗ്മെന്റിലും വലിയ മുന്നേറ്റം ബി.ജെ.പിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ ആറ്റിങ്ങലിൽ 1-ാം സ്ഥാനത്ത് വരാൻ വി മുരളീധരന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിരുന്നു. അപ്പോൾ ബി.ജെ.പി. സാധ്യത കൽപ്പിക്കുന്ന ഒരു മണ്ഡലം, തിരുവനന്തപുരം ജില്ലയിലെ ഒരു മണ്ഡലം തന്നെയാണ് ആറ്റിങ്ങൽ. അവിടെ പി. സുധീർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മത്സരിക്കാനാണ് സാധ്യത.